ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റ് അപ്പി. ആ അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഓ, ഒന്ന് വേഗമാകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ, പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും കടന്ന് അവരെന്ത് വിചാരിക്കും? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി. ഓ, നിങ്ങൾക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീയും ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ഇവന് കമ്മീഷൻ വേണ്ട. ശരി, മനുഷ്യ വെയില് മൂക്കുന്നു. എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ഇതിലല്ലോ ഇട. മനസ്സിലായ? അരിതാമ്മ. ഇനി ആരോഹണത്തിൽ പാടൂ. സബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ, സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്നെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. ഇങ്ങോട്ട് മനുഷ്യ, ഇങ്ങോട്ടിട്. നീ പാടിക്കൊടു. തരിക നല്ല സാരി തരൂ അമ്മ. സംഗതിയൊക്കെ തറക്കിട്ടില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്കുള്ളി ശരിയല്ല. എടാ, കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം. ആ, ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ, സ്റ്റാൻഡപ്പ്. എഴുതേക്കടാ. എടാ, നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ, ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളജിസ്റ്റ്. ആ, എന്താടാ മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തണ്ടി. ഇരിക്കടാ. ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതേക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? 1000 പാദസ്വരങ്ങൾ കിലുങ്ങി. സംഗതി കൊള്ളാം, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാൽ തമിഴ്നാടാ. തമിഴ് വേണം. തമിഴിൽ എങ്ങനെ പാടും? ഇത് തന്നെ പാടാ. 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ്പ ഒഴുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ്. ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞ. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ മക്കളെ? സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കിയുണ്ടല്ലോ. ചീത്താക്കിയങ്ങൾ എന്തോ ചെയ്യും? കൊല്ലിക്കാനല്ലേ? നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. ഒന്ന് എടുത്തരുമോ പ്ലീസ്? ഇന്ന് 2 കാര്യം. നീ എവിടെ പോയിണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല.
ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോട്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക്. കേട്ടാ? ഷീ കോൺഫിഡന്റ്. സോറി. സമ്മതിച്ചടാ. സമ്മതിച്ചേക്ക്. നാളെ നിനക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പോയി കിടന്ന് നോക്കടാ. ഞങ്ങളിതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കുറ്റനെ കടത്തി വിട്ടു നോയിക്കോ. നിക്കടാ. സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കൊലത്തെ സാധനം വേണ്ട. നല്ല കോസ്റ്റലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ. നീ എവിടെയാ പോണത്? അവരെന്ന് പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലേ കെട്ടുണ്ടല്ലോ. വീട് കിട്ടിയെടുത്താ അവിടുന്ന് പെറുക്കിയെടുത്തു. കായംകുളം കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. ചെല്ലി 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 പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല. അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. ചാടി ചാടി പോ, ചാടി ചാടി പോ. നീയോ? ഞാൻ മാർക്കറ്റില്. തിരുത കണ്ട വിടണ്ടാട്ടോ. നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി. അയ്യോ ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ടച്ച് വിട്ടിട്ടില്ല മക്കളെ. ശരി ശരി ചെല്ലു മോനെ, ചെല്ലി ചെല്ലു. ഈശ്വരാ കണ്ട് പടിമോനെ. തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോഹന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കും. കലക്കുവാ. ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ. കേട്ടാ? ശരി പോ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? ഷോ മീ ദി ചെയിൻസ് ലേറ്റസ്റ്റ്. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം. അല്ലേ ചേട്ടാ? യാ 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? ഓ Life is beautiful. ഓ നൈസ് ടു മീറ്റ് യു. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു കാട്ടും. ഇത് ഷോപ്പാണ്. റിമെമ്പർ മീ. ഓ നൈസ്. ഏത് മാലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79,300. അയ്യോ 10 പവൻ തികച്ചില്ല. അല്ല നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy man. തന്നെ. $27,500. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. ഈ മാല മാറ്റി വെച്ചേക്കും. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. Okay. എനിത്തിങ് റോങ്? Nothing. എനി ഡൗട്ട്? No doubt sir. Okay. Hi beauty. Bloody rascal. ഞാൻ കേറി പിടിച്ചിട്ടില്ല. അയ്യോ ഞാനല്ല. അയ്യോ മോശം. അയ്യോ ഇന്നലെ ചേട്ടൊന്ന് പറയൂ. അയ്യോ ഞാൻ പറയുന്നത് എന്താ ഇടലേ കള്ളനാ. മുക്കോണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി ഈ പ്ലാനിങ് ചെറുക്കനെ ചേർക്കണ്ടെന്ന്. എന്റെ കോട്ട് വാടക ചേട്ടാ ഇന്നുണ്ടോ ദൈവം കിട്ടാ.
ഓട്ട്, ഓട്ട്. ഞാൻ നോക്കിക്കോളാം, അവിടെ ഒരു ചേട്ടൻ. അടുക്കരുത്, ഒച്ചടന്റെ അടുത്ത് അടുക്കരുത്. എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല, കത്തിയോട് കുത്തിക്കൊല്ലും ഞാൻ. പുതിയ കത്തിയാണ്, മൂർത്തിയില്ലാതെ മേടിക്കരുത്. കൊല്ലും ഞാൻ. കൈ മുറിച്ച് ഓടിക്കാം, കൊല്ലും ഞാൻ. ഓടിക്കോടി. വന്നോ, 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 വന്നോ. ഫസ്റ്റ് കയറണേ. അത് കഴിഞ്ഞ് ഓടാം. ആ, ചേട്ടൻ ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ, ഈ പടിയിലിരിക്ക്. എന്റെ ഒരു സാധനം ഉണ്ട്, ഇപ്പൊ കണ്ടോ. ഇന്നാ ആപ്പിള്. അയ്യോ, ഇപ്പൊ ആപ്പിൾ കട്ടിയാൻ പറ്റില്ല. ഇത് ആപ്പിൾ ബോംബ്. ആപ്പിൾ ബോംബ്, ആപ്പിൾ. ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും, പൊട്ടി എല്ലാവരും ചാവും. ഞാൻ ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിക്കും, ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. പിന്നെ വന്ന് അയ്യോ, ഈ കാണലാണ് നമ്മുടെ അന്തകൻ. അതിനവര് കണ്ണ് കാണാൻ അന്തകനല്ല മനുഷ്യ, അന്തകൻ. നമ്മുടെ നായര്. അന്ന് കേറി അയ്യോ. അച്ഛനെ വണ്ടിക്കല്ല കയറി. പിന്നെ ചക്കിന് വെച്ചത് ചെക്കിന് കൊണ്ടു. എന്ന് വെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എന്താ പ്രശ്നം? ഒന്നും അറിയില്ല അല്ലേ? നോക്കി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഞങ്ങൾ എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം? വലിയാടാ, എന്തിനു കൊണ്ടുപോകണം? ഈ ഒക്കെ റോഡിലൂടെ ചാണകൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ചാണകത്തിന് അല്ല വെച്ച് ഞങ്ങളല്ല. അത് ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അപ്പിയിട്ടതായിരിക്കും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മലയാളത്തിൽ പറയണം. നോക്കൂ സഹോദരങ്ങളെ, ഈ പുള്ളയുടെ കാലിൽ കയറിയ ആള് തള്ളയാണ് സത്യം. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിക്കടാ. പഞ്ചർപ്രദേശ് ഉള്ളേ ജീപ്പിലിട്.